നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്വത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ്. ആദ്യമായിട്ട് മേടം. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സുഖസ്ഥാനത്താണ് വരുന്നത്. സുഖം, വാഹനം, പിന്നെ മാതൃസ്ഥാനം, ബന്ധുജന സ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, അങ്ങനെയുള്ള സ്ഥാനത്താണ്. അപ്പോൾ എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഈ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിൽ കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് അനുകൂലമായി കാണുന്നു. മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ ഉള്ള സാധ്യത, പിന്നെ സന്താന ഭാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അനുകൂലമായി വരുന്നതായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ സുഖസ്ഥാനത്തുള്ള നിൽപ്പ് നമുക്ക് എന്തുകൊണ്ടും ഗുണം ആയി വരുന്നു. ധനപരമായ ക്ഷീണാവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ആ ക്ഷീണാവസ്ഥയൊക്കെ മാറുന്നു. അതൊരു ആശ്വാസമായി തന്നെ വ്യാഴം പറയുന്നു. അപ്പോൾ ഇതൊക്കെ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാൽ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങളും ഒക്കെ ചെയ്ത് പ്രാർത്ഥന വേണം. പിന്നെ അതുപോയിട്ട് ഈ കുടുംബദേവത, പരദേവത, അങ്ങനെയുള്ള ദേവതകളെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ കാലതാമസമില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ രാശിയിൽ ശനിബന്ധം ഉണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം, മുക്കാൽ. നിങ്ങൾക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ, അതായത് നിങ്ങളുടെ ധനസ്ഥാനത്താണ് വ്യാഴം. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുക. അപ്പോൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി വരുന്നു. ധനപരമായ നേട്ടങ്ങളുണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാവിജയം, എഴുത്തു പരീക്ഷയിൽ വിജയം, ഉദ്യോഗലബ്ധി, പിന്നെ ഈ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹമുള്ളവർ പുതിയ വീടോ അല്ലെങ്കിൽ പുതുക്കി പണിയിലോ ഒക്കെ നടക്കാനുള്ള സാധ്യത, പിന്നെ വാഹനലബ്ധി, വിദേശയാത്ര, അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ഈ മിഥുന രാശിക്കാർക്ക് കിട്ടുന്നതായിട്ട് വ്യാഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിട്ട് കൂടുതൽ നമുക്ക് ഈ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച മുടങ്ങാതെ ചെയ്തു പോയാൽ ഏറ്റവും ഭാഗ്യം തന്നെ, അത് ഭാഗ്യമായി തന്നെ മാറും. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് ഈ ഗുരു പറയുന്നു. നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാകും, നല്ല നമ്മുടെ ബുദ്ധിമണ്ഡലം നന്നായിട്ട് പ്രവർത്തിക്കും എന്നൊക്കെ തന്നെയാണ് ഈ വ്യാഴം പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു. എന്നാൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഏറ്റവും പവർഫുള്ളായിട്ട് ഉള്ള ഒരു രാശിയാണ് വ്യാഴത്തെ സംബന്ധിച്ച് കർക്കിടകം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ ദൃഷ്ടികൾ 5, 7, 9 ഈ സ്ഥാനങ്ങളിലൊക്കെ ഉള്ള ദൃഷ്ടിയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നു. എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും, വിവാഹാധികാര്യങ്ങൾ, പിന്നെ സന്തതി പരമ്പര, യാത്രകൾ, വിദേശയാത്ര, ഗൃഹനിർമ്മാണം, പിന്നെ ക്രയവിക്രയങ്ങൾ, പിന്നെ പുതിയ സ്ഥാപനമൊക്കെ തുടങ്ങുന്നവർ, അങ്ങനെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഈ
വേഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് നമുക്ക് ഗുണഫലം തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ അതിനായിട്ട് കാലതാമസം നേരിടാതിരിക്കാനായിട്ട് നമുക്ക് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താം. വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥനകൾ ചെയ്യുക മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിക്കാർക്ക് വേഴം അവിഷ്ടസ്ഥാനമായ 11-ലാണ്. എന്നുവെച്ചാൽ ലാഭങ്ങൾ തരുന്ന സ്ഥാനമാണ് 11. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലാഭത്തിലെത്തും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള പറ്റിയ സമയമാണ് ഈ 11-ലുള്ള വേഴം പറയുന്നത്. പിന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, അതിലൂടെ ഉദ്യോഗലബ്ധി, ധനസമ്പാദനം, പിന്നെ വിദേശയാത്ര, അതുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, വളരെ നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ അത് അനുകൂലമായി വരുന്നതായിട്ട് കാണുന്നു. രാഷ്ട്രീയ മേഖലയിലുള്ളവർ അവർക്കും ഏറ്റവും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നതായിട്ടും കാണുന്നു. അപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ ഭാഗ്യം തന്നെയാണ്. അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. ഇനി പറയുന്നത് തുലാമാണ്. ഈ തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ. നിങ്ങൾക്ക് കർമ്മസ്ഥാനത്താണ് വരുന്നത് വേഴം. അപ്പോൾ കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം, കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതുവഴി നമുക്ക് ധനസമ്പാദനത്തിന് ഉള്ള വഴി തെളിയും. ഇനി ഈ സ്ഥാനം, അതായത് ഉദ്യോഗക്കയറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും ആ തൊഴിലിൽ വളരെ ഉന്നമനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. എല്ലാ പ്രവൃത്തികളും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിയോടെ, പിന്നെ കൃത്യതയോടെ ചെയ്യാനും ശ്രമിക്കണം എന്നുകൂടി പറയുന്നു. അപ്പോൾ നമുക്ക് ഈ വേഴം ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മുഖേന മറ്റുള്ളവർക്ക് ഗുണഫലങ്ങളൊക്കെ കിട്ടുന്നതായിട്ടും കാണുന്നു. നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, നമുക്കും അതുമായി ബന്ധപ്പെട്ട് വളരെ നേട്ടങ്ങൾ കുടുംബത്തിലും ഒക്കെ ഉണ്ടാകുന്നു. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത ഒക്കെ തന്നെ ഈ തുലാരാശിക്കാർക്കുണ്ട്. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചികരാശിക്കാർക്ക് നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതമൊക്കെ മാറി ഭാഗ്യം നൽകുന്നതിനായിട്ട് വേഴം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധമായ ഭാഗ്യവും ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ഉള്ള രോഗവും ദുരിതവും കഷ്ടതയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറ്റി ഇനി പുതിയ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യങ്ങളായി മാറുന്നതിനുമൊക്കെ അത് പറ്റും എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട ആണ്. അപ്പോൾ നിങ്ങൾക്ക് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലും കാര്യങ്ങൾ വൈകാതെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായി കാണുന്നു. ഇനി പറയുന്ന മകരമാണ്. ഈ മകരരാശിയെ സംബന്ധിച്ച് 7-ലാണ്, നിവൃത്തി സ്ഥാനത്താണ് വരുന്നത് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിൽ. അപ്പോൾ നേരത്തെ വിഷമതകൾ അനുഭവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവം അറിഞ്ഞ് നമുക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അത് വിവാഹാദി കാര്യങ്ങളായാലും സന്താനങ്ങളുടെ കാര്യങ്ങളായാലും യാത്രയായാലും ഇനി ഗൃഹ നിർമ്മാണമായാലും എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാവിധമായ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെ സഫലമാകും എന്ന് തന്നെ ഈ മകരരാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗ്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും എന്നാണ്. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി കാൽഭാഗം,
ഉത്രട്ടാതി രേവതി. നിങ്ങൾക്ക് എല്ലാവിധമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് തരാൻ തയ്യാറായിട്ടാണ് വേഴം നിൽക്കുന്നത്, 5-ാം ഭാവം. അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാക്കാനും ഒക്കെ ഉള്ളൊരു അവസരമായി നമുക്ക് തന്നിട്ടുണ്ട് ഈ വേഴം. അപ്പോൾ അവസരം പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും കാലതാമസം നീട്ടി കൊണ്ടുപോകാതെ ഈ സമയം അനുകൂലമായതിനാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്യുക. അപ്പോൾ അതിനുള്ള ഫലങ്ങളും ഭാഗ്യങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്നെ കിട്ടുന്നതാണ്. വിവാഹാദി കാര്യങ്ങൾ, പിന്നെ സന്താനഭാഗ്യം, യാത്രാഗുണം, പിന്നെ ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലമാകുമെന്നാണ് കാണുന്നത്. അപ്പോൾ അത് കാലതാമസമൊന്നും ഇല്ലാതിരിക്കാൻ